ഭയങ്കര സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷം സമയത്തിനു ശേഷം വീണ്ടും ശ്രമിക്കുക. ശരിയാണല്ലോ. ജന സർപ്രൈസ് ആയി പോയിരുന്നു. ഇത്ര നേരം നീ അനങ്ങാതെ നിന്നിട്ട് എന്ന് ഇവരിൽ തന്നെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എൻ്റെ അത്താടെയും ഉമ്മാടെയും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 25 വർഷമായി കാണും. എനിക്കിപ്പോൾ 24 വയസ്സായി. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിട്ടില്ല. ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലേ, നമുക്കിന്ന് ഇന്നതുപോലെ സെലിബ്രേറ്റ് ചെയ്യാം, അങ്ങനെയൊന്നും ഒരു സാധനം ഉണ്ടായിട്ടില്ല. എന്തിന് ഇവർ തമ്മി വിഷ് ചെയ്യുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ വട്ടത്തെ വെഡിങ് ആനിവേഴ്സറി കുറച്ചൊന്ന് സ്പെഷ്യൽ ആക്കിയാലോ എന്ന്. ഏതെങ്കിലും ചില വർഷങ്ങളിൽ മാത്രം ഉമ്മച്ചി കുറച്ച് പായസം ഉണ്ടാക്കിയിട്ട് നമ്മൾ കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിരിക്കും ഉമ്മ പറഞ്ഞത് ഇന്നലെ കുഴിച്ച പായസം ഇല്ലയോ, അത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ആയിരുന്നത്. അപ്പോൾ നമ്മൾ ആരും ഓർക്കാറില്ല, ഞങ്ങളും ഓർക്കാറില്ല, അവരും ഓർക്കാറില്ല. അപ്പോൾ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഇങ്ങനെ കുറേ ഇരുന്ന് ആലോചിച്ചു നമുക്ക് എന്ത് ചെയ്യാം. നവംബർ 18-നാണ് അവരുടെ വെഡിങ് ആനിവേഴ്സറി. ഇന്ന് നവംബർ 17-ആണ്. ഇന്ന് ഞാൻ കൊല്ലത്തേക്ക് വണ്ടി കയറും. അപ്പോൾ ഞാനിങ്ങനെ കുറേ ഇരുന്ന് ചിന്തിച്ചു എന്ത് നമുക്ക് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാം, എന്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ഇതൊന്ന് ചിന്തിച്ച് ഞാനൊരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് പൊട്ടത്തരമാണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് ഇത് നല്ലതാണ്. ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്കിത് നല്ലതായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ഒരു ഗിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇറങ്ങിത്തിരിപ്പിലാണ്. ഞാൻ 6:45 ട്രെയിൻ വരുന്നത്. ഇപ്പോൾ 3:30-4 മണിയായി. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഇപ്പോൾ അവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയില്ല ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ ഇത് പ്രശ്നമാണോ, ഇത് പ്രശ്നമാകുമോ ഒന്നും എനിക്കറിയണോ. പക്ഷേ ഞാൻ ഞാൻ ലാസ്റ്റ് എത്തി നിൽക്കുന്ന ഒരു സാധനം അതാണ്. അപ്പോൾ ഞാൻ പൊന്നൂൻ്റെ അടുത്ത് ഇത് പറഞ്ഞിടാം നമുക്ക് ഇന്നതുപോലെ ചെയ്താലോ. അപ്പോൾ പൊന്നൂൻ പറഞ്ഞ നൈസ് ഐഡിയ ആണ്, ഇപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ്. നമുക്ക് ലേറ്റ് ആക്കേണ്ട, പെട്ടെന്ന് തന്നെ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് പോവാം, ഗിഫ്റ്റ് വാങ്ങിക്കാം. ഒരു മിനിറ്റ് പോലും നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കളയാനില്ല. കാരണം ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 4:30 ആയിട്ടുണ്ട്. 6:30 എൻ്റെ ട്രെയിനാണ്. അപ്പോൾ നമുക്ക് മലബാർ ഗോൾഡിൽ പോകണം, നമുക്ക് സ്വർണ്ണം എടുക്കണം, നമുക്ക് തിരിച്ചു പോകണം. ഇത്രയും നാളില്ലാത്ത പോലെ തിരക്കായിരുന്നു മലബാർ ഗോൾഡിൽ, ഭയങ്കര ആൾക്കാരായിരുന്നു. ഞാൻ ഒരുപാട് ഷോപ്പിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഞാൻ ആഗ്രഹിച്ച പോലൊരു പെൻഡൻ്റ് എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ മലബാറിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഈ ഒരു ടൈപ്പ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ആ ഒരു ടൈപ്പ് നോക്കാമെന്ന്. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഒരു താലിയും മാലയും മോഡലായിരുന്നു. ഉമ്മയുടെ താലി പണ്ട് ലവിൻ്റെ ഒരു താലിയായിരുന്നു. പക്ഷെ നമുക്ക് റെഡി ആയിട്ട് മുസ്ലിംസിൻ്റെ താലി ഇങ്ങനെ പേരെഴുതിയോ അങ്ങനെയൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ നോർമലായിട്ടൊരു ചെയിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഒരു ലോങ് മാലയിലൂടെ ഇത് വരുമ്പോൾ ഉമ്മയുടെ പണ്ടത്തെ മാലയുടെ ഒരു മോഡലൊക്കെ വരുന്നുണ്ട്. സോ അപ്പോൾ ഞാൻ ലാസ്റ്റ് ഡിസൈഡ് ചെയ്ത് നോക്കി ഇത് തന്നെ എടുക്കാമെന്ന്. പിന്നെ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആ ചെയിൻ വരുന്നതിനകത്ത്. ഒന്ന് ഈ ഒരു ചെയിനും, 2 ഞാൻ എടുത്ത ചെയിൻ ഇതായിരുന്നു. ഇത് കുറച്ചുകൂടെ കട്ടി വരുന്ന കുറച്ചുകൂടെ ലോങ് ആയിട്ടുള്ളൊരു ചെയിനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ ഇതെടുക്കാമെന്ന്. ഈ 2 ചെയിനുകളാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ പറയണം. ഞാൻ എടുത്തത് ഇപ്പം ആ പെൻഡൻറ്റ് ഹാങ് ചെയ്തേക്കുന്ന ആ ചെയിനാണ് ഞാൻ എടുത്തത്. സോ അങ്ങനെ ലാസ്റ്റ് ആ ഒരു മാലയിലും ആ ഒരു ലോക്കറ്റില്ലേ ഒരു തലിമലൊക്കെ ഇല്ലേ നമുക്ക് പേരൊക്കെ എഴുതിയിട്ട് കിട്ടും കേട്ടോ. പക്ഷെ ഇത് റെഡി ആയിട്ട് കിട്ടില്ല, കുറച്ച് സമയം എടുക്കും. നമ്മൾ മുമ്പേ ഓർഡറൊക്കെ കൊടുക്കണം. പിന്നെ ഞാൻ പോയത് അത്താക്ക് ഒരു റിങ് എടുക്കാനായിട്ടോ. ഒരു വട്ടം ഞാൻ ജ്വല്ലറിയിൽ കയറിയപ്പോൾ അത്തൊരു റിങ് ഇങ്ങനെ നോക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു റിങ് വാങ്ങിക്കാമെന്ന്. പക്ഷേ അത്താറ് അളവ് അറിയാത്തതുകൊണ്ട് തന്നെ അത്താക്കാണെങ്കിൽ കറക്റ്റ് അളവ് വേണം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ അത്ത എടുക്കൂല, അത്താക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ശരി എന്നാൽ നാട്ടിൽ പോയിട്ട് അത്തായും കൊണ്ടുപോയിട്ട് റിങ് വാങ്ങിക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു മാലയായിട്ട് അവിടെ നിന്ന് ചെയ്തു മലബാർ ഗോൾഡിൽ നിന്ന് നമ്മൾ ഇറങ്ങി. അല്ലേട്ടാ അവിടുന്ന് വലത്തോട്ടുള്ള റോഡില്ലേ
വലത്തോട്ടുള്ള റോഡ്. ഒരു പേടിയും വേണ്ട, നമ്മൾ എന്നത്തെയും പോലെ തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. 6:15 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് അവിടുന്ന് 3/4 മണിക്കൂറാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് കാണിക്കുന്നത്. പക്ഷെ ആരോ ചെയ്ത പുണ്യം കൊണ്ട് നമുക്ക് ട്രെയിൻ കിട്ടി. ബിക്കോസ് 1/2 മണിക്കൂർ ഡിലേ ആയിരുന്നു കേട്ടോ. ഞാൻ ഫ്ലാറ്റിൽ പോയി ഡ്രസ്സും പാക്ക് ചെയ്ത് കുഞ്ഞൂനെ എടുത്തുകൊണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇറങ്ങാൻ നേരത്തെ ഒരു ആപ്പിൾ കൈ കിട്ടി, അതും എടുത്ത് ബാഗ് ഇട്ട്, കാരണം കുഞ്ഞൂന് കൊടുക്കാമല്ലോ എന്ന് കരുതി. പക്ഷെ രാവിലെ തൊട്ട് ഒരു വക കഴിക്കാത്തതുകൊണ്ട് എന്നെ വിശന്നിട്ട് എൻ്റെ കണ്ണ് കിടന്ന് തിത്തില്ലാന്നെ കളിക്കുമായിരുന്നു. അങ്ങനെ ഒരു ചെറിയ പീസ് അവനും കൊടുത്ത് ബാക്കി ആപ്പിൾ ഞാനും കഴിച്ചു. സാധാരണ നമ്മൾ എപ്പോഴും പോകുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് കേട്ടോ. അവിടെ നിന്ന് അത്ത പിക്ക് ചെയ്യാറാണ് പതിവ്. ഈ വട്ടം ഞാൻ ഡയറക്റ്റ് പുനലൂരോട്ട് പിടിച്ചിട്ടുണ്ട്. പുനലൂരോട്ട് നമ്മൾ ഡയറക്റ്റ് പോകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലും കിട്ടുന്നത് സ്ലീപ്പറും ജനറലും ഒക്കെ ആയിരിക്കും കേട്ടോ. ഒറ്റയ്ക്ക് പോകുമ്പോൾ അത് കുറച്ച് ടാസ്ക്കാണ്. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കൊല്ലത്തോട്ട് പോകാറ്. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങേണ്ടതിന് പകരം രാത്രി ആയതുകൊണ്ടൊന്നും എനിക്ക് ഭയങ്കര ഇരുട്ടായിരുന്നു. ഞാൻ സ്ലീപ്പറിലാണ് വന്നത്. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല കറക്റ്റ് മറ്റേ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ പോലുള്ള ലുക്കും എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഓക്കെ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയത് ആവണീശ്വരത്താണ് ഗൈസ്. ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ ഇറങ്ങിയത്. പോരാത്തതിന് ബോർഡൊന്നും കാണുന്നുണ്ടായിരുന്നില്ല, ഒന്നുമില്ല, ആൾക്കാരൊന്നും ഇറങ്ങുന്നൊന്നുമില്ല. പിന്നെ രാത്രിയാണല്ലോ, എല്ലാവരും ഉറക്കമാണല്ലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ പറ്റുന്നില്ല, ഒന്നും അറിയുന്നില്ല. പക്ഷെ ഞാൻ പിന്നെ ആലോചിച്ച് നോക്കൂ, ഇതെടുത്തിട്ട് ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് നോക്കിയാൽ മതിയായിരുന്നു. കാരണം ഈ സമയമാണ് നമ്മളെ ഇറക്കുന്നതായിട്ട് പുനലൂർ പോയി എത്തുന്നതായിട്ട് കാണിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുനലൂരായിരിക്കും. പെട്ടെന്ന് ട്രെയിൻ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ നിർത്തുന്നുള്ളൂ. അങ്ങനെ ചാടി ഇറങ്ങിയിട്ട് എല്ലാ ആൾക്കാരും ഇങ്ങോട്ട് നടക്കുമ്പോഴത്തേക്കും ഞാൻ നടക്കുന്നത് ഇങ്ങോട്ടാണ്. കാരണം പുനലൂർ ഇങ്ങോട്ടാണ് നടക്കുന്നത്. അപ്പം ഞാനതൊക്കെ ഇവരെന്താ ഇങ്ങോട്ട് പോകുന്നേ എന്നും പറഞ്ഞ് ഞാൻ ട്രെയിൻ പോയതും ഞാൻ ആവണീശ്വരം ബോർഡ് നോക്കുന്നതും ഒരുമിച്ച് ഹായ് ക്യൂട്ട്. ഒരു 10-15 മിനിറ്റ് കൂട്ടിരിക്കാം. ഞങ്ങളുടെ അവിടുന്ന് ഒരു കാക്ക ഉണ്ട് ഒരു ഓട്ടോ ഓടിക്കുന്നത്. അപ്പോൾ പുള്ളി വന്ന് പിക്ക് ചെയ്യും. പുള്ളി ഓൾറെഡി പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനിവിടെ ആവണീശ്വരത്ത് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നേരെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൂടെ കുറച്ച് നേരം ഇരിക്കും. ഇവിടെ ആണെങ്കിൽ ഒരു മനുഷ്യ കുഞ്ഞുങ്ങൾ പോലും ഇല്ല, ഒരു മനുഷ്യ കുഞ്ഞുങ്ങൾ പോലും ഇല്ല, ഒരാളും ഇല്ലാത്ത അതിവിജലമായ റെയിൽവേ സ്റ്റേഷൻ. നോക്കൂ, ഈ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? കുറച്ച് പട്ടികളുണ്ട്, അതല്ലാതൊരു മനുഷ്യനില്ല ഗൈസ്. പണ്ടായിരുന്നെങ്കിൽ ഞാൻ പേടിച്ച് കിടങ്ങിയിരുന്നേനെ. ഇപ്പോൾ എവിടെ നിന്നില്ലാത്ത കുറച്ച് ധൈര്യം എനിക്കുണ്ട്. എന്താ പറയുക, പുല്ലെന്നുള്ളൊരു സാധനം. അപ്പോൾ അതുകൊണ്ട് വലിയ പേടിയൊന്നും തോന്നുന്നില്ല. ഉമ്മയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ആവണേശ്വരത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ശരി നീ കോള് കട്ട് ചെയ്യണ്ട, സംസാരിച്ചിട്ട്. ഞാൻ പറഞ്ഞു പാമാടിനെ ചോദിച്ച് ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നത് കണ്ടു കയറിക്കെട്ടെന്ന് പറഞ്ഞു. ഒരു പട്ടി എന്നെ ലക്ഷ്യമൊക്കെയാണോ ഇങ്ങോട്ട് വരുന്നത്? എന്താ മോനെ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നേ കുട്ടാ മോനെ? നമ്മളിന്ന് പോയി അത്താടെ ഉമ്മയുടെയും ഗിഫ്റ്റ് എടുത്ത് എനിക്ക് ഒരു ക്ലിനിക്കിൽ പോകണമായിരുന്നു. അതും പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സമയം വൈകിട്ടുണ്ടായിരുന്നു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു വൈകിട്ട്. അതുകൊണ്ട് എനിക്കൊന്ന് 3/4 മണിക്കൂർ 1 മണിക്കൂർ എടുത്തു നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞിരുന്നത്, അപ്പോൾ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു ജ്യൂസ് കുടിച്ചായിരുന്നു, ഒരു വെള്ളം കുടിച്ചാണ് ക്ലിനിക്കിൽ വെച്ചിട്ട്. പിന്നെ പോരാത്തതിന് എൻ്റെ കൂട്ടിന് കുറേ പട്ടികൾ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ട്രെയിനിലിരുന്നൊരു ആപ്പിൾ കഴിച്ചാണ്. നല്ല കിറുങ്ങ കൊണ്ട് കേട്ടോ എനിക്ക്. കാരണം ഉറങ്ങാത്തതുകൊണ്ടും ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഉള്ള ഒരു എനർജി കുറവും ക്ഷീണവും എനിക്കുണ്ട്. എനിക്ക് കൂട്ടിന് വേണ്ടിയിട്ട് ആ 3 പട്ടികൾ എൻ്റെ അടുത്ത് വന്നു കേട്ടോ. കാണിച്ചു തരാം. 4 ഇണ്ടട്ടാ. ഇവൻ யாருன்னு இப்போ சொல்லட்டா. ஒரு ஹேண்ட்ஷேக் கொடுக்குற பொண்ணுங்க வந்தா ஸ்வைங்கில் பர பாம்பு இழுத்தா மனுஷே மனே இருக்கும் ഓൾമോസ്റ്റ് ആരുടെയും 12:30 ആയി. നമ്മുടെ ഓട്ടോ വന്നു കേട്ടോ. എൻ്റെ മരവാഴിയായ അനിയൻ കിടക്കുന്നു. ഉറങ്ങിയൊന്നുമല്ല, ഗെയിം കളിയായിരുന്നു. ഇത്രയും നേരവും ഗെയിം കളിയായിരുന്നു. മുഖം കാണിക്ക് കുട്ടാ കേട്ടോ. മീശ കളിച്ചേക്കുന്നത് കണ്ടോ, അതാണ് ഹൈലൈറ്റ്. ഉറങ്ങുമായിരുന്നു, തേങ്ങയായിരുന്നു അവൻ. കഴിച്ചോടാ. അങ്ങനെ വീട്ടിൽ തിരിച്ചു വന്നു കേട്ടോ. വീട്ടിൽ തിരിച്ചു വന്നിട്ട് ഇനി എന്താണ് പണിയെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കണം. ഞാൻ ഇത് ട്രെയിനിൽ ഇരിക്കാൻ നേരത്തെ ഉമ്മച്ചിടി ചോറെന്നും പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ ജീൻസും ടോപ്പിൽ നിന്നും പ്രൊമോഷൻ കിട്ടി ഉമ്മയുടെ നൈറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാം, വിശക്കുന്നു. ചോറ് കഴിക്കാന്ന് അവന് വേണ്ട, അവൻ തിന്ന് കിടക്കുന്നുണ്ട്. അവന് വരെയില്ല, എനിക്ക് വരെയുണ്ട്, ഞാൻ തിന്ന് കിടക്കത്തുണ്ട്. മീനച്ചാറ് കഴിക്കാനാണ് ഞാൻ കൊച്ചിന്ന് കൊല്ലം വന്നത്. അത് ചൂടല്ല, കായ്സ് മീനച്ചാറ്.
ഫ്രിഡ്ജ് വെച്ചതുകൊണ്ട് തണുപ്പുണ്ട്. പക്ഷെ എനിക്കതൊന്നും പ്രശ്നമില്ല, എനിക്കെന്തും പോവും. എൻ്റെ മോളെ ടേസ്റ്റ്. ബിഗ് ബോസ് വെച്ച് ഫാമിലി വരുന്ന സമയത്ത് ഞാൻ ആദ്യം കിടന്ന് പറയുന്നു എനിക്ക് മീനച്ചാറും ബീഫച്ചാറും വേണേ, മീനച്ചാറും ബീഫച്ചാറും വേണമെന്ന്. ബീഫച്ചാറല്ലേ മീനച്ചാറില്ലേ കൊണ്ടുവന്നേ. അങ്ങനെ മീനച്ചാർ അവിടെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഷോ ടേസ്റ്റി. ചുമ്മാ ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനച്ചാറ്. മീനും ഇഷ്ടം, ബീഫും ഇഷ്ടം. ഹായ് ആ നോക്ക സിംബ ഇപ്പൊ പ്രസവിച്ചെടുക്കുകയാണ്. 3 കുഞ്ഞുങ്ങളുണ്ട്. ഈ പേർഷ്യൻ ക്യാറ്റ് കൗതുകമായ സമയത്ത് വാങ്ങിയതാണ് കേട്ടോ ഞാൻ 2 പേർഷ്യൻ ക്യാറ്റിനെ. പെട്ടെന്നുണ്ടമ്മ 23 പോയില്ലായിരുന്നോ? ആർക്കും വേണ്ട ഇപ്പൊ, വെറുതെ എടുക്കാന്ന് പറഞ്ഞപ്പോലും ആർക്കും വേണ്ട. ആർക്കെങ്കിലും പൂച്ച വേണമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. വെറുതെ തരാം, ഒന്നും തരണ്ട, പൂച്ച കൊണ്ടുപോയാൽ മതി, നോക്കിയാൽ മതി. ഞാൻ ദിവസം ഫുഡ് കഴിച്ചിട്ടില്ല. 2 വീട്ടിലെ ഫുഡ് കഴിച്ചിട്ട് കുറേ നാളെ. എന്തോ ഇത് ഫ്രിഡ്ജ് വെച്ചാൽ ഇത് പുറത്ത് വെച്ചിരുന്ന. സോറി, ഈ സ്ത്രീയുടെ സന്തതികളെ കാണിച്ചു തരാം. ഞാൻ കൊണ്ടത് എടുത്തു കൊടുക്കും ഫുഡ്. ഹലോ, ഇവിടെ ഇവിടെ അനങ്ങുന്നോ നോക്ക്. ചാടിക്കളിക്കുന്നുണ്ടോ? ഇതുണ്ടോ? 3 ഒരുമിച്ചു. ഹലോ ശുണ്ട്രികളെ, ശുണ്ട്രിമണികളെ. മാതാവും വന്നു. വിശേഷങ്ങള്? വിശേഷം സുഖം. നാളെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എനിക്ക് എന്തോ തരുന്നേ. ബിരിയാണി വെച്ചുതരാന്നുള്ള വാഗ്ദാനത്തിലാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് കെട്ടിയിരുന്നുള്ളത്. എനിക്ക് എന്തോ ഇപ്പൊ മറിച്ച് തരുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ വന്നിട്ട് എനിക്ക് ആകെ തന്നത് ചോറും ചാളയാ. ബർത്ത്ഡേക്ക് വന്ന കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല അത്രയും കഴിക്കത്തില്ലെന്ന്. പുതുമുളക് കൊള്ളാൻ കൊണ്ട് അതുകൊണ്ടിട്ട് നമുക്ക് സമാധാനം സന്തോഷമായി പോയി കിടന്ന് ഉറങ്ങാം. നാളെ നേരം എടുക്കുമ്പോൾ ബിരിയാണി വെച്ച് തരുമായിരിക്കും. തരുമോ? ചിരിക്കുന്നിരുന്നു. തരുമോ? നാളെ അല്ലേ. പിന്നെ നിങ്ങൾ അന്ന് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതോ? അത് ശരി. ഇത് പൂച്ച പിടിക്കുന്നില്ല കേട്ടാ. അത് ശരിയോ? കുഞ്ഞ് ഒരുപാട് വെള്ളത്തിലെടുത്താൽ പൂച്ച കൊണ്ടുപോകും. എവിടെ പോന്നേ? അപ്പം വേറൊന്നുമില്ല, ഫുഡ് കഴിക്കട്ടെ. ഇപ്പം രാത്രി 2 മണിയായി. 1:30-2 മണിയായി. 2 മണിയായി ഞാൻ പറഞ്ഞപ്പോൾ ഉമ്മച്ചി നോക്കുന്നു. ഉമ്മച്ചിക്ക് ഉറങ്ങാൻ സമയം. നാളെ രാവിലെ എണീച്ച് പോകുന്നതിന് ചോറും കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിടാനുള്ളതാണ്. അപ്പം ഷോ ഗൈസ്, അപ്പം നമുക്ക് നാളെ കാണാം. ഇവിടെ നോക്കട്ടോ, ഇങ്ങോട്ട് നോക്കട്ടോ. ചക്കടമുട്ടി ശിക്കട് പോയി, ശിങ്ങട് പോയി. അടുത്തവനോ ഇവിടെ വാടാ. ഷിമ്പോടെ ചെറുത്. ഇവർ 2 കാണാൻ വരില്ലേ? അഹംഭാവം ഉണ്ടോ എൻ്റെ മോന്തേര്? ഓഹോ ഉയിരില്ല. ഓഹോ അതോ പോയി പോയി. ഫസ്റ്റ് ഇങ്ങോട്ട് നോക്ക്. എന്തു വിഷമം? എന്തുവാ? എന്തോ പറ്റി? മനുഷ്യ കുഞ്ഞുങ്ങൾ നോക്കുന്നേ. എന്തുവാ? എന്തു പറ്റി? എന്നെ അറിയത്തില്ലയോ? എന്നെ അറിയാവോ? എന്നെ അറിഞ്ഞൂടെ? ഒരു ഉമ്മന്ന് ഒരുമ്മ താടി പൊണ്ണേ പാടി. പാപ്പന്തി
ചേട്ടന്മാർ അടി തുടങ്ങി. എന്നാ എന്നാ പിന്നെ ഫുഡ് കഴി. ആ പവറ അല്ലെങ്കിൽ കുട്ടിക്കേറ്റ്. ആ എങ്ങനെയുണ്ട്? കളാ ടേസ്റ്റ് ഉണ്ടോ? ആ മുടുക്കൻ. ഒരെണ്ണമൊക്കെ മിളിസ്കി അങ്ങ് ഇറങ്ങി. മതിയോ? സോറി, പാത്രത്തിൽ തലയിട്ടോണ്ടിരുന്നത് പിടിച്ചോണ്ട് വന്നതാ. ഇവൻ സോമൻ, അവൻ രാമൻ. അവനെ കണ്ടറിയ, ഇവൻ പോങ്ങൻ. കണ്ടോ? അയ്യോ തീരെ വിശപ്പില്ല കേട്ടോ. ഒട്ടും കഴിക്കാത്താളാന്ന് തോന്നുന്നു. എന്താടാ നിനക്കൊരു ജാടാ? ഇവിടെ നോക്കടാ. എന്നെ പേടിക്കണം, ഞാൻ ഇവിടുന്ന് പോകുന്നത് വരെ കേട്ടല്ലോ. ഭയഭക്തി ബഹുമാനത്തോടെ ജീവിച്ചോണം. നോക്ക് നോക്ക്, ഇങ്ങോട്ട് നോക്കടാ, ഇവിടെ നോക്കടാ, ഇടത്തോട്ട് തിരിയടാ. പേടിക്കണോ തന്നെ കേട്ടോ? പേടി കഴിക്കും. പിറക്കി നമുക്ക് ഇവന്മാർക്കൊന്ന് കുഞ്ഞുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. വാടാ. ഒരു പേടിയായി. അവന് മണം അടിച്ചു കേട്ടോ, മണം അടിച്ച്. അതുങ്ങളെ പേടിച്ച്. എന്തോ ഇതടി, പേടിച്ചോ? അല്ല ആരാ കുഞ്ഞു അത്? അല്ല അതുങ്ങൾക്ക് വയ്യ, കഷ്ടം. അങ്ങനെ നമ്മൾ രാവിലെ ഉറക്കം എണിച്ചു. എൻ്റെ മുഖത്ത് ഫുള്ള് ഞാനിപ്പോൾ ഇങ്ങനെ നഖം വെച്ച് ഇങ്ങനെ ചൊറിഞ്ഞ് മൊത്തം ഞാൻ ചവപ്പിച്ചോ. ഗായ്സ് നിങ്ങളിത് കാണണം. എന്ത് വായത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഇവിടെ. ബിരിയാണിയിൽ എന്താ ഇത്രയും ചുവപ്പിച്ചതാണോ? എനിക്ക് ബിരിയാണി കഴിക്കുമ്പോൾ ഇത്ര ബിരിയാണി കഴിക്കാനും എനിക്ക് ഇത്രയും പപ്പടം വേണം. പപ്പടം എനിക്ക് മസ്റ്റാണ്. ആര് തരുമോ? ഇല്ല, അവര് തിന്നോ, അവരെനിക്ക് വരുത്തരൂ. ഇച്ചിരി ടാങ്ക് അല്ലെങ്കിൽ കൊണ്ടു തന്നാണ്. എനിക്ക് ബിരിയാണി കഴിക്കുമ്പോൾ, അല്ല എനിക്ക് ഇവിടെ വന്നാൽ ബിരിയാണി നല്ല ചോറ് കഴിക്കുമ്പോൾ എനിക്ക് 2 ടൈപ്പ് അസുഖങ്ങളുണ്ടായിരുന്നു. ഒരു സമയത്ത് എനിക്ക് ചോറിൻ്റെ കൂടെ എന്ത് കറിയുണ്ടെങ്കിലും, എത്ര കറിയുണ്ടെങ്കിലും എനിക്കൊരു ഉള്ളി വേണം. അതിലെനിക്ക് കിട്ടുന്ന സന്തോഷം വേറെയായിരുന്നു. പിന്നെ ഒരു സമയത്ത് എൻ്റെ നിർബന്ധമായിരുന്നു, ഞാൻ ചോറ് കഴിക്കുമ്പോൾ എനിക്ക് മറ്റേ കലക്ക വെള്ളം വേണം എന്ന് പറഞ്ഞാൽ ടാങ്കോ ജ്യൂസോ എന്തെങ്കിലും വേണം. ഇച്ചിരി മധുരമുള്ള വെള്ളം വേണം. എത്ര എരിയുള്ളതിനൂടെ മധുരമുള്ള വെള്ളം വേണം. അതായിരുന്നു ശീലം. അപ്പം നമുക്ക് ഇനി ചോറ് കഴിക്കാം. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഫുഡ് കഴിക്കുന്നു, അതല്ലേ ഉള്ളൂ. രാവിലെ വിളിച്ചിട്ട് ഞാനിതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ എങ്കിലും എടുത്തേനെ. അപ്പം അതൊന്നും ഇല്ല, വെറുതെ. എന്നത്തെയും പോലെ തന്നെ ഞാൻ എണ്ണിച്ചപ്പോൾ ഇന്ന് എത്ര മണിയായി? 2 മണിയായിട്ടേ ഉള്ളൂ. നന്ദി, നമസ്കാരം. അപ്പം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പുറത്തോട്ട് പോവാം അല്ലേ? പുറത്തു പോയി സിനിമയൊക്കെ കണ്ട് ചുമ്മാ ഒന്ന് കറങ്ങി അടിച്ചിട്ടൊക്കെ വരാം. 25 വർഷത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ എന്തുവാ? അതാണല്ലോ എനിക്കൊരു കുറ്റവാ. എന്തുവാ എന്റെ ജനനം? ആദ്യം ഒച്ചായ ഉണ്ടാന്നോ? പൊന്നു കേക്കണ്ട. അല്ലേലേ പൊന്നൂന് ഇവിടെ പരാതിയാ. ഞാൻ ഇവിടെ മീൻസ് ബേബിയിലൊക്കെ പോകുന്നതിന് മുമ്പ് എനിക്ക് എന്നും ഉമ്മച്ചി വാരി തരുമായിരുന്നു കേട്ടോ. അപ്പം ആ സമയത്ത് പൊന്നൂന് വാരി കൊടുക്കത്തില്ല. അവൻ എന്നെക്കാരി ഇളയതല്ലേ, വാരി തിന്നും. അപ്പം പൊന്നു ഇങ്ങനെ പറഞ്ഞു, മോള മതി എന്നെ വേണ്ട. എൻ്റെ കൊച്ചിലെ ഞാൻ പറഞ്ഞോണ്ടിരുന്നത് നിങ്ങൾക്ക് അവനെ മതി, എന്നെ വേണ്ടത്. പൂച്ച
ഈ ഒരു അന്തരീക്ഷമൊക്കെ കണ്ട് ഫുഡ് കഴിച്ചിട്ട് ഒരു പ്രത്യേക മനസ്സിലാണ്. ഹായ്, അസ്സലാമലൈക്കും. ഇവിടുന്ന് അടിച്ചിറക്കിയിട്ടപ്പോഴല്ലോ റോഡിന്റെ ഒന്ന് അടുക്കുപോയി കിടന്നിട്ട് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ നീയൊക്കെ നിന്റെ വീട്ടിൽ നിന്നല്ലേ ഇറക്കത്തുള്ളൂ. ഇതൊക്കെ റോഡാ, പൊതു റോഡാ. നീയൊക്കെ ഇവിടുന്ന് അടിച്ചിറക്കി വിടുള്ളൂ. ഉണ്ടോ ആ മുഖത്ത് ധിക്കാരം കണ്ടോ? അല്ല നീയൊക്കെ ആജി നമ്മളോട് അങ്ങനെ നീ എന്റെ വീഡിയോ എടുക്കണ്ട. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് പുറത്ത് എവിടെയൊക്കെ പോകുന്നതൊക്കെ കാണിക്കും. എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ വീഡിയോ എടുക്കൽ കുറച്ച് ടാസ്ക്കാണ്. സോ അപ്പം നമ്മുടെ പ്ലാനിങ് ഒക്കെ ഭയങ്കര തകൃതിയായിട്ട് പോകുന്നുണ്ട്. പൊന്നു സ്കൂളിൽ നിന്ന് വന്നു, ഒരു 4:30 ആയപ്പോഴാണ് വന്നത്. പൊന്നു സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ഞാൻ പൊന്നിൻ്റെ അടുത്ത് ഉമ്മ വാഷ്റൂമിൽ കയറിയ സമയത്ത് ഞാൻ മേളിൽ വന്ന് പൊന്നിൻ്റെ അടുത്ത് പറഞ്ഞു, പൊന്നു കുട്ടൂനെ കാണണം, കുട്ടൂനെ വിളിക്കാൻ പോകാന്നുള്ള വ്യാജേന പൊക്കോ, എന്നിട്ട് കേക്കും വാങ്ങി വാന്നൊക്കെ പറഞ്ഞാൽ ഡൗട്ട് അടിക്കും. വീട്ടിലായോണ്ടേ ഒരു പാമ്പിൻ്റെ ചെവിയാ, ശ്രദ്ധിച്ചിരിക്കും എന്തോ ഏതാന്നൊക്കെ പറഞ്ഞ്. അപ്പം അപ്പം പൊന്നോട്ട് ഞാൻ പറഞ്ഞു കുട്ടൂനെ കാണുന്ന രീതിയിൽ പോയിട്ട് വാ. അപ്പോൾ അവിടുന്ന് കേക്കും വാങ്ങിച്ച് പൊന്നു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉമ്മക്ക് ഒത്താക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നില്ല, ഇന്നലെ അവൻ പോയി വാങ്ങിയത്. അപ്പം ഇവിടെ കൊണ്ടുവന്നാൽ ഉമ്മക്ക് തൂക്കും, ഉറപ്പാണ് ഉമ്മ തൂക്കും. അപ്പം ഇർഫാൻ്റെ വീട്ടിൽ വെച്ചേക്കുക, അവൻ്റെ ഫ്രണ്ടാണ് കുട്ടു ഇർഫാനും. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഡ്രസ്സും എടുത്ത് കേക്ക് വാങ്ങി വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടല്ലേ നോക്കുന്നത്, അപ്പോൾ കേക്ക് വാങ്ങി വരാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പം ഡൗട്ട് അടിക്കാത്ത രീതിയിൽ പെട്ടെന്ന് അവൻ ഇറങ്ങിപ്പോയി. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഇവിടെ കിടന്ന മാരകമനയും പൊന്നു ഞാൻ പറഞ്ഞില്ലേ പുറത്ത് പോകണമെന്ന്, ഇപ്പം നിനക്ക് കുട്ടൂനെ കണ്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഭയങ്കര അഭിനയം. അങ്ങനെ അവനിപ്പോൾ കുട്ടൂനെ കാണണമെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. അത്ത വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു കുട്ടൂനെ കണ്ടിട്ട് ഞാനിപ്പോൾ കയറി വരാമെന്നൊക്കെ പറഞ്ഞ് അവൻ പോയിക്കുക. അങ്ങനെ അവൻ കേക്കും ഡ്രസ്സുമായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ അത്തായും ഉമ്മയും ഡ്രസ്സൊക്കെ ഇടിച്ച് സെറ്റാക്കി നിർത്തണം, പുറത്തു പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഗിഫ്റ്റ് ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിയാം. മറ്റേതിൽ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. സംസാരിക്കാൻ പറ്റത്തില്ല. ടാസ്ക് ഡൗട്ട് അടിച്ച് തുടങ്ങി. ഉമ്മാക്ക് ഡൗട്ട് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും സർപ്രൈസ് തരാനാണോ, എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എവിടെ പോയിരുന്ന് സംസാരിക്കും, എങ്ങനെ സംസാരിക്കും, ഐഡിയ. പൊന്നൂനെ കാണാൻ തോന്നത്ത് പൊന്നൂനെ കടന്ന് വിളിക്കുകയാണ്. അവരാണെങ്കിൽ ഉടുപ്പും ഡ്രസ്സൊന്നും എടുത്തിരുന്നില്ല. ഇന്ന് പോകണ്ട നാളെ പോകുന്നൊക്കെ പറഞ്ഞിരുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും അവരിന്ന് ഡ്രസ്സൊക്കെ മാറ്റി നിർത്തിക്കണം. എനിക്ക് അറിഞ്ഞൂടെ, നോ ഐഡിയ. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഉമ്മക്കാണെങ്കിൽ നൈസിന് ഡൗട്ട് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കത് വേറൊരു ബോക്സ് എനിക്കറിയത്തില്ല മൊബൈൽ കൊണ്ടുപോയെന്നൊന്നും. ലാസ്റ്റ് ഞാനിപ്പോൾ ഈ ഫാസ്റ്റ് ട്രാക്കിനകത്തൊരു വാച്ച് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വാച്ച് ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും താഴെ മാല വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ കുറേ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഫാസ്റ്റ് ട്രാക്കിന് എന്തോ വാച്ചാണെന്ന് ഇവർക്ക് തോന്നുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഈ വീട്ടിലെല്ലാവരെയും കൂടെ ഒത്തുകൂട്ടി ഒരു സർപ്രൈസ് കിട്ടൊക്കെ കൊടുക്കുന്ന കാര്യം പറഞ്ഞാൽ നടക്കുന്ന നടപടിയല്ല കേട്ടോ. പല എണ്ണവും പല വഴിക്കും കുറേ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്, കുറേ ആൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള ഡൗട്ട്. ദേഷ്യം വരുന്നത് എനിക്ക്. കാത്തിരിപ്പാണ് പൊന്നു വരാനുള്ള കാത്തിരിപ്പ്. വരാൻ ആഗ്രഹിക്കുമ്പോൾ വരികയില്ല, വരണ്ടെന്ന് ആഗ്രഹിക്കുമ്പോൾ വരികയും ചെയ്യും. ഹലോ ഗൈസ്, നിന്റെ അടുത്ത് എത്ര പ്രാവശ്യമാണ് ഇവിടെ ഒരുങ്ങി നിന്നിട്ട് വിളിച്ചിട്ട്? നീ എപ്പം പോലെ വരുന്ന പറയാ. ഇപ്പൊ വരുമെന്ന്. അപ്പൊ ഇതുവരെ ഇറങ്ങിയില്ലേ അവിടുന്ന്? ഫോണ് കട്ട് ചെയ്യവൻ.
സംസാരിക്കാൻ വിടത്തില്ല. നീ ഫോൺ എടുക്കൂലേ? താങ്കൾ വിളിക്കുന്ന കോളുകൾ സ്വീകരിക്കുന്നില്ല. ദയവായി അല്പസമയത്തിനു ശേഷം വീണ്ടും ശ്രമിക്കുക. ഇവിടെ വെച്ചോ. ഇതിനാണോ നീ പോയത്? പൊട്ടിച്ചു നോക്ക് നിങ്ങള്. അവൻ തരുന്ന ഗിഫ്റ്റ് അല്ലയോ? ഇവൻ വന്നിട്ടേ ഇറങ്ങിപ്പോയി. ചിന്നുന്റെ എത്ര വയസ്സായത്? ചെറുക്കം കൂട്ടി വെച്ച് വാങ്ങിച്ചതാ. അതൊക്കെ നോക്കിക്കൊണ്ട് 41 എന്തോ എത്രടാ വാങ്ങി? അയ്യോ കേട്ടില്ല. എങ്ങനെയുണ്ട് മോന്റെ സെലക്ഷനാ? മോൻ എന്നെ വീഡിയോ കോൾ ചെയ്ത് ചോദിച്ചില്ല, എന്നോട് ഫോട്ടോ അയച്ചു തന്നിട്ട് ഏത് വേണോന്ന് ചോദിച്ചില്ല. ഇവൻ എങ്ങനെ അറിഞ്ഞ്? നീ പറഞ്ഞു വെച്ചിന്? ഞാനെന്തിനാ പറയുന്നത്? എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഇനി മാറി, ഇനി ഞാൻ മാറി. ഇത് പിടി, ഇനി എന്റെ ഗിഫ്റ്റ്. ചെസ്റ്റ് നമ്പർ 2. സർപ്രൈസ് ആയി പോയല്ലേ. ഇനി അടുത്ത സർപ്രൈസ്. തുറക്കുക. തുറക്ക്. ഒന്നുമില്ല. പറ്റിച്ച് അതൊക്കെ ലാസ്റ്റ് ആയിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു? സർപ്രൈസ് ആയി പോയിരുന്നു. ഇത്ര നേരം നീ അനങ്ങാതെ നിന്നിട്ട് പിന്നെ പിന്നെ കൊട്ടി ചോദിച്ചിരിക്കുന്നു. കൊണ്ടി പോണാ പറഞ്ഞേ. ആ പിന്നെ അല്ലാതെ നിങ്ങൾ ഡ്രസ്സൊക്കെ മാറണ്ടേ? മമ്മിയുടെയും 25ാമത്തെ വാർഷികത്തിൽ വീണ്ടും താലി കെട്ടിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ്? എങ്ങനെയുണ്ട്? ഞാൻ ഉദ്ദേശിച്ച തീം നിങ്ങക്ക് മനസ്സിലായോ? അത് ഞങ്ങള് ഒരുമിച്ച് ആക്ട് ചെയ്തില്ലേ? മോൻ അഭിനയിക്കാറുള്ള നേരെ പറഞ്ഞു എന്റെ ചോര ജാഫറിന്റെ മോനാന്നൊക്കെ. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ പത്രം. ഞാനിത് എന്റെ പൊന്നെ, ഞാനാണെങ്കിൽ ഈ സാധനം ഇതിനകത്തോട്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞു. ഉമ്മച്ചാണെങ്കിൽ മേളിൽ നിന്ന് ഇറങ്ങുന്നില്ല. പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കുന്നു, പൂച്ചയ്ക്ക് ഇത് മണ്ണിട്ട് കൊടുക്കുന്നു, അത് ചെയ്യുന്നില്ല. ഞാൻ കണ്ടില്ലല്ലോ നീ കൊണ്ടുവരുന്നത്. ഞാൻ ഇന്നലെ കൊണ്ടുവന്നിട്ട് അപ്പഴേ എടുത്ത് മാറ്റി. നിനക്ക് ഇഷ്ടപ്പെട്ടോ? രണ്ടുപേർക്കും ഇനി രണ്ടു വാക്ക് എന്തെങ്കിലും പറയൂ. നിങ്ങളുടെ 25ാമത്തെ വർഷമല്ലേ, എന്തെങ്കിലും പറ. 25ാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ 25 വർഷമായി ചോക്കുന്നതിന്റെ നമ്മള്. എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെ ദാമ്പത്യത്തെ പറ്റിയുള്ള അഭിപ്രായം? ദാമ്പത്യം എല്ലാരും പോകുന്നുണ്ട്, നമ്മള് പോകുന്നുണ്ട്. ഇണക്കവും പിണക്കവും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട്. രണ്ട് സുന്ദര മക്കളും. ഇനി കേക്ക് മുറിക്കാം നമുക്ക്. കേക്കൊക്കെ ഞാൻ 2 ദിവസം മുമ്പേ സെറ്റ് ചെയ്തു. ഇന്ന് ബിരിയാണി വെച്ച് തന്നില്ല. ബിരിയാണി അതല്ലേ ഞാൻ ചോദിച്ചത്. ബിരിയാണി എന്തിനാന്ന്? അങ്ങനെ ഉണ്ടായിരുന്നു. പ്യൂർ ആക്ടിങ് അല്ലായിരുന്നു. ഉമ്മച്ചി നീ ഇവിടെ ഇറങ്ങി പോയി കഴിഞ്ഞിട്ടേ ഞാൻ പുറത്തു പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉമ്മച്ചി എന്റെ അടുത്ത് എന്തോ ഉണ്ടല്ലോ എന്നൊക്കെ. ഞാൻ പറഞ്ഞ എന്തോന്ന് ഒന്നുമില്ല, പുറത്തു കൊണ്ടുപോകുന്ന പറയുന്നില്ല. അതാ സർപ്രൈസ്. പിന്നെ എനിക്ക് മനസ്സിലായി തൂക്കുന്നു. അപ്പൊ ഞാൻ ചുമ്മാ നമ്പർ ഇറക്കി പുറത്ത് പോയിട്ട് നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കാം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. മിസ്റ്റർ ആൻഡ് മിസ്സിസ്. കട്ട് ചെയ്യാം. രണ്ടുപേരും നിന്നോ, പിടിച്ചോ.
ഫ്രെയിമിങ് ഞാൻ വേണ്ട ഒന്നും. അടിപൊളി. അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഞെട്ടിച്ച് കളഞ്ഞല്ലേ? അത്ത ഞെട്ടിയോന്ന് പറഞ്ഞാൽ മതി എനിക്ക്. ഇത് ഈ സാധനം പ്രതീക്ഷിച്ചില്ലല്ലോ. ഇല്ല ഇല്ല, ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ. ഞാൻ വിചാരിച്ചു നീ ഒരു കേക്ക് മേടിക്കുമായിരിക്കുമെന്ന് വിചാരിച്ചു, അല്ലാതെ വേറൊന്നും പ്രതീക്ഷിച്ചില്ല. ഇന്നലെ ഞാൻ എന്താ ലേറ്റ് ആയത് എവിടെ ആയിരുന്നു വെച്ചിട്ട് ഇത് തപ്പി അടക്കുമായിരുന്നു. ഇന്നലെ ഈ മാല കിട്ടി, പക്ഷെ അതിന്റെ ലോക്കറ്റ്, താലി പോലത്തെ ലോക്കറ്റ് എവിടെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറെ ജ്വല്ലറി പോയിട്ടായിട്ട്. ഓക്കെ, എന്റെ രണ്ട് ഫോട്ടോ എടുക്കട്ടെ. ഞാൻ എന്തായാലും ഒരുങ്ങിയ സ്ഥിതിക്ക് പൊന്നൂര് പോയി ചുമ്മാ ഒന്ന് കറങ്ങിട്ട് വരാം. സിനിമയ്ക്കൊന്നും പോകാനുള്ള സമയമില്ല. അത്ത കൊണ്ടുപോയി പുല്ലൂർ തൂക്കാലം കാണിച്ചിട്ട് തിരിച്ചുകൊണ്ട് വരും. ഇന്നലെ തടിക്കാട്ടി പോയി. ബുദ്ധിപരമായ ഉണ്ട്. അഭിനയിക്കാൻ അറിയാവോന്ന് പറയുന്ന ഞെട്ടിച്ച് കളഞ്ഞു എന്ന് ഒരു പുച്ഛത്തോടെ പറയാൻ പറ്റുന്നുള്ളൂ. അതാണ് ഇവിടുത്തെ അവസ്ഥ. വായില പറയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. മോളെ നീ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഒരിക്കലും. കണ്ടില്ല. അയ്യോ, പൈസ എന്റെ അടുത്ത് ഒന്നും എനിക്ക് ഫോട്ടോയൊന്നും അയച്ചില്ല. അവന്റെ ഇഷ്ടത്തിന് അവൻ വാങ്ങിയതാ ചുരിദാറും ഷർട്ടും മുണ്ടും അല്ല. അതിനാണ് ഇന്നലെ പോയത്. എന്നിട്ട് എന്നോട് പറഞ്ഞത് കുട്ടിനെ കാണാൻ പോകുന്ന അറിഞ്ഞേട്ടാ. എന്നിട്ട് പറഞ്ഞ് ഞാൻ കുട്ടൻ്റെ വീട്ടിൽ ഇരിക്കാൻ, ഞങ്ങള് അവിടെ മന്തി കഴിച്ച കൊടുത്തില്ല. മന്തി മേടിച്ച് കുട്ടുവിന്റെ വീട്ടിൽ കൊണ്ടുവച്ച് കഴിച്ചെന്നാ പറഞ്ഞേ. എന്നിട്ട് അവൻ പറയാതെ വെച്ചോ എല്ലാം കാര്യങ്ങളും ചെയ്യാൻ അവൻ അറിയാം. അയ്യോ ഇല്ല, അതിന്റെ സൈഡിൽ ഞാനും ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചാൽ നടക്കും. ആര് കിടക്കും? അന്ന് ബർത്ത്ഡേ എല്ലാം അറിഞ്ഞായിരുന്നോ? ആരറിഞ്ഞു വരുന്നത്? കഴിഞ്ഞ ബർത്ത്ഡേ അതറിഞ്ഞില്ലായിരുന്നു. ഒന്നും ചെയ്തില്ല. ഞങ്ങൾ കുടുംബത്തോടൊരു മൊണ്ണാഷുണ്ട ഫാമിലിയാണ്. ഡ്രസ് അടിപൊളി കേട്ടോ, സെലക്ഷൻ സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അമ്മക്ക് ഇഷ്ടമായി, അമ്മക്ക് സന്തോഷമായി. പക്ഷേ ചുരിദാർ കൊടുത്ത ഉടനെ അത്ത ചോദിച്ച ചോദ്യം കേട്ടോ, അത് ശരി ചട്ടെടുത്ത് പറഞ്ഞ ആ ചുരിദാർ ഇത്രമ്മ പൊന്നുകൊണ്ട് വന്നേ. വിജയിച്ചു, നമ്മൾ വിജയിച്ചു. ആ വരുന്നത് ആരാന്ന് നോക്കൂ. മാറ്, നിങ്ങൾ സ്ക്രീനിൽ നിന്ന് മാറ്. ആ നോക്ക്, ആ പുരുഷൻ നോക്ക്. 10 വയസ്സ് പറഞ്ഞേ. 10 വയസ്സ് പറഞ്ഞെന്ന് ഉമ്മ. അവന്മാര് കൊള്ളാന്ന് പറഞ്ഞപ്പോ ഉമ്മ ചോറ് എടുത്ത് കൊള്ളാന്ന് പറഞ്ഞ ചോറ് തരുന്നില്ലത്. ഓ സുന്ദരി. മോന്റെ സെലക്ഷൻ എങ്ങനെയുണ്ട്? അത് മോന്റെ സെലക്ഷനാന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ പിള്ളേരുടെ സെലക്ഷനാണ്. മമ്മി ഹാപ്പി ആണോ? ഡാഡിയുടെ ഹാപ്പിനെസ് പിന്നെ എത്രയെന്ന് പറഞ്ഞാലും നമ്മൾ ഇനിയിപ്പോ കൊടഞ്ഞിട്ടാലും അത് പുറത്തോട്ട് വരില്ല. സ്ഥായി ഭാവം എന്തോടെ അത്താടെ? ഇപ്പൊ അത്താക്ക് ഇനിയിപ്പൊ സ്വർണം കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി കൊടുത്താൽ അത്താടെ സ്ഥായി ഭാവം അതാ. എത്ര സ്നേഹമുണ്ടല്ലോ, എത്ര സന്തോഷമുണ്ട്.
മമ്മി പിന്നെ മമ്മി അത്ര എക്സ്പ്രസീവ് ആയാലും ചിരിക്കൊരു അതെ അടുത്ത ചിരി. പക്ഷെ ചിരിക്ക് 2 സ്റ്റൈലുണ്ട്. ഇത് സന്തോഷമുള്ള ചിരിയാ, ഇത് സൈക്കിളിൽ നിന്നുള്ള ചിരിയുണ്ട്, അത് അവിഞ്ഞ ചിരി. ആദ്യമായിട്ടാ ഇങ്ങനെ കിട്ടുന്നേ. അന്തു അല്ലാതെ ഗിഫ്റ്റ് കിട്ടി. അല്ലാതെ ഗിഫ്റ്റ് ആര് തന്നിട്ടുണ്ട്? അല്ലാതെ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. സർപ്രൈസ് കിട്ടിയിട്ടില്ല. എന്റെ അത്ത എന്തേലും ഒരു വാക്കി വായിന്ന് മൊഴിയണമെങ്കിൽ ഞാൻ ശരിക്കും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മോതിരം. ഞാൻ ആ ഷോപ്പിൽ കയറിയിട്ട് കുറേ നോക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ഒരു ചേട്ടൻ്റെ കയ്യിൽ ഞാൻ മോതിരം ഇട്ട് നോക്കിയിട്ട് ഒരു വിധത്തിലും ആ ചേട്ടൻ്റെ കയ്യിൽ മൈക്കിൻ്റെ അവിടെ പൊട്ടി പിടിച്ചേക്കുന്നത് ഒരു കയ്യിലും ആ ചേട്ടൻ്റെ കയ്യിൽ അവിടുത്തെ ഒരു മോതിരം വരും ആവുന്നുണ്ടാവില്ല. നമ്മൾ കറക്റ്റ് അളവിനെയും കൊണ്ട് കടിയിലേക്ക് വന്നിരിക്കും മോതിരം നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. പണ്ട് ഇവിടെ വരാൻ നേരത്ത് ഒരു ആനവാൽ മോതിരം കണ്ടെത്താൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് ആ മോതിരം നോക്കാം. ഇത് ഈ ടൈപ്പ് മോതിരമാണ് കേട്ടോ. ഇതാണ് എൻ്റെ തന്തപ്പടിയുടെ അടുത്ത പ്രശ്നം. ഈ മോതിരം നമ്മുടെ നാട്ടിൽ ടൈറ്റ് ആണ്, പക്ഷെ എൻ്റെ അത്താക്കത് എന്താണത്താ, എൻ്റെ അത്താക്കത് ലൂസാണ്. കറക്റ്റ് ആയിരിക്കും. അത് കറക്റ്റാ. പിന്നെ അങ്ങനെ പിന്നെ എപ്പോഴും കൈ ഇതായോണ്ട് ഇവരിങ്ങനെ പറയും ഇല്ല. എന്റെ ഊരി പോകും. സത്യമായിട്ട് ഇത് കറക്റ്റ് അളവാണ്. ഇതാണ് അത്താടെ കറക്റ്റ് അളവ്. ഇതല്ലാത്ത വേറെ ഇത് മാറ്റി വെച്ചോ, വേറെ മോഡലിന്റെ കാണിച്ചോ. ഒഴുക്കം മോഡലല്ലേ? പിന്നെ അതാരാ ഇതിന്റെ ഇതേ സെയിം ഇങ്ങനത്തെ അതിലൊന്നും അത്താഴ അളവുണ്ടെന്നൊക്കെ പറയും. അത് നല്ല രസമാണ്. പൊന്നിന് അത്താക്കൊരു മോതിരം എടുത്തപ്പോൾ പൊന്നിനൊരു സിൽവർ മോതിരം വേണമെന്ന് ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ അപ്പോഴും സാധിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ നോക്കില്ല, ഇടം വല്ല നോക്കുക, അത് സാധിച്ചു കൊടുത്തിരിക്കും. പൊന്നിനും അലർജി ഉണ്ട്, ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട് സാധനം. കൊള്ളാവോ? എങ്ങനെ എന്തെന്ന് ലാസ്റ്റ് നമ്മൾ വന്ന് നിൽക്കുന്ന മോതിരം ഇതാട്ടോ. നമ്മൾ എത്തി നിൽക്കുന്ന മോതിരം ഇതാ. ഇഷ്ടപ്പെട്ടോ? കുത്തിച്ചിരിപ്പിക്കുക, അല്ലാതെ തിരികത്തില്ല. ഒരു കമ്മലൂടെ മമ്മി ഈ സ്റ്റഡാണ് ഇടുന്നത്. ഇതിനൊരു ഞാത്തുണ്ട്, പക്ഷെ അതിന് വെയിറ്റ് കാരണം അമ്മക്ക് ഞാത്തിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ സ്റ്റഡ് ഇട്ടാണ് നടക്കുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു ഒരു ചെറിയ കമ്മലെടുക്കാൻ വിചാരിച്ചു. ഇതിൽ നിന്നൊരു കുഞ്ഞു കമ്മലെടുക്കാമെന്ന് കരുതി. നമ്മളിത് അങ്ങനെ 2 കുഞ്ഞു കമ്മലൂടെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു കമ്മലും വാങ്ങി, ഒരു മോതിരം വാങ്ങി. ഞാൻ നോർമലി കൂടുതൽ ഫാൻസി സാധനങ്ങൾ ആളാണ്. എനിക്ക് ഫാൻസി ഐറ്റംസ് ഇടാനാണ് ഇഷ്ടം. ഞാൻ പൈസ എത്ര നോക്കട്ടെ, എന്നിട്ട് ഞാനിത് ചിന്തിക്കുള്ളൂ. 1.26 വരും. 1.26 വേണ്ടേട്ടാ, ഈ മാല വേണ്ട. 1.26 ഒരു മാല എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്.
ഇനിയിപ്പോ ചേട്ടൻ എത്ര പറഞ്ഞാലും എന്റെ കാശിൽ ഇത് രസല്ലേ? ഭംഗിയില്ലേ? കാണാൻ ഭംഗിയില്ലേ? നല്ല മല, നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമുക്ക് വാങ്ങിക്കാം. ഇപ്പൊ എന്തായാലും നമ്മുടെ കമ്മല്, നമ്മുടെ റിങ്, ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഈ സ്വർണ്ണമൊന്നും കിട്ടിയാൽ പോരാ. അമ്മച്ചിക്ക് എന്ത് വേണം? ബാത്റൂം ബാഗും വേണം. ബാത്റൂം ബാഗ് കിട്ടിയില്ലെങ്കിൽ എപ്പ എവിടെ കുംഭമേള നടക്കാൻ പോലെ. രണ്ട് കപ്പായിരിക്കും. പ്ലേറ്റ് വെച്ചത് കാര്യമായി. ഈ ഗോൾഡിലൊന്നും സന്തോഷമില്ല. പ്ലേറ്റ് കിട്ടിയില്ലെങ്കിലാ വിഷമം. അടുത്തായിട്ട് നമ്മൾ പോകുന്നതാണ് ഐസ് ബീത്തൊക്കെ നോസ്റ്ററാണ് കേട്ടോ. ഞാൻ ഇവിടെ നാട്ടിൽ നിന്നിരുന്ന സമയത്ത് ഞാൻ മിക്കപ്പോഴും വന്ന് ഈ ഐസ് വാങ്ങിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ഐസ് നോക്കൂ, വില്ലറയിലും ഉണ്ട് ഓരോന്ന്. അസുലഭ മുഹൂർത്തം. ഓടിവാ, കല്യാണം കഴിക്കുന്നതാണോ? താലികെട്ട് കണ്ടു. ഇനി മോതിരം മാറൽ ചടങ്ങാണ് അടുത്തതായി കാണാൻ പോകുന്നത്. ആ മാലയെ ഊരരുത്, ആ മോതിരം ഊരരുത്. അവസാനിച്ചിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഒരു ബായ് പറഞ്ഞേ. ബായ് അല്ല, കേക്ക് മേടിക്കുമെന്ന് വിചാരിച്ചു. കേക്ക് പ്രതീക്ഷിച്ചു. വൈകിട്ടായിട്ടും കേക്കൊന്നും കാണുന്നില്ല. പിന്നെ വിചാരിച്ചെന്നാ പിന്നെ ഇല്ലായിരിക്കും. പണ്ട് പിന്നെ പോവാന്നല്ലേ പറഞ്ഞത്. അപ്പൊ അവിടുന്ന് അവിടുന്ന് എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇതിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് പറയാമോ? ഒരു വളയുടെ കണക്കുണ്ടായിരുന്നു കേട്ടോ പണ്ടത്തെ. ഓർമ്മയുണ്ടോ? ഉണ്ട്. ഏതാ? അന്ന് എന്ന് ഒത്തിരി വർഷമായി. മേടിച്ചു തരാന്നും പറഞ്ഞിട്ട് മേടിച്ചു തന്നില്ല. മേടിച്ചു തരാന്ന് പറയാൻ എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ അന്ന് കൊച്ചായിരുന്നു. എനിക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഉമ്മച്ചിക്ക് ഒരു ഗ്യാരണ്ടിയുടെ വള വാങ്ങിക്കാൻ. അപ്പൊ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ എന്റെ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി. അവർക്ക് സാധനം എടുക്കാൻ സമ്മതിച്ചില്ലേ? അമ്മ പൈസ ഇല്ലായിരുന്നു. പിന്നെ വള തിരിച്ചു കൊടുത്തു. പൈസ തികയാതിരിക്കുകയോ വളയൊന്നും വാങ്ങിക്കാൻ പറ്റാതിരിക്കുകയോ. ഗ്യാരണ്ടി വള 200 രൂപ കണ്ടേ ഉണ്ടായിരുന്നല്ലേ? പറ്റിയില്ല. അതിന് ശേഷം ഒരു വെട്ടമല്ല, 2 വെട്ടമല്ല, എപ്പോഴും പറയായിരുന്നു ഒരു ഗ്യാരണ്ടി വള. പറ. അത് നീ ഒരു കാര്യമുണ്ട്. നീ കടയിൽ കയറി കഴിഞ്ഞാൽ കടയിലുള്ള സാധനം മൊത്തം ഒന്നും പറക്കും. ഇപ്പൊ ഞാൻ പറക്കത്തില്ലല്ലോ, പണ്ടല്ലേ. എന്നിട്ട് പറ, ഞാൻ ഇങ്ങോട്ട് പൊങ്ങട്ടെ. പറക്കിയിട്ട് നിന്റെ സാധനം എടുത്തപ്പോ പിന്നെ മറ്റത് മേടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ നിന്നോട് പറഞ്ഞു. ഞാൻ ആദ്യം വള മേടിക്കാന്നാ വിചാരിച്ചേ. പിന്നെ ഞാൻ വിചാരിച്ചു വള വേണ്ട. വളയിലൊരു ഹാർട്ട് ടച്ചിങ് സാധനം ഇല്ലല്ലോ. താലിമാല എത്ര മാസം ഇട്ടിട്ടുണ്ട്? 25 വർഷത്തിനിടെ. 25 വർഷത്തിനിടെ കുറേയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കൊടുത്ത് പിന്നെ ഇട്ടിട്ടില്ല. എത്ര വർഷമായി കാണും ഇട്ടിട്ടിപ്പോ? 12 വർഷമായി കാണും താലിമാലിട്ട്. സീരിയസ്. അപ്പൊ എന്റെ ഗിഫ്റ്റ് തോട്ട്ഫുൾ ആയിരുന്നു. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഈ ഭയങ്കര സർപ്രൈസ് ആയത് ഇവർക്ക് പറയാൻ വേറൊന്നുമില്ല. ഭയങ്കര സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷം ഇതിൽ കൂടി ഒരു സന്തോഷം ഇല്ല. ഞാൻ എപ്പോഴും ചോദിക്കുന്നില്ല നിങ്ങൾ കരുതുമ്പോ എനിക്ക് സന്തോഷം. എനിക്ക് അറിയണം. ഞാൻ ഇനിയും ചോദിക്കും. 3 ദിവസം കഴിഞ്ഞാലും ഞാൻ ചോദിക്കും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന്. നമുക്കൊന്നും പറയല്ലോ. എത്ര രൂപ കൊടുത്ത് ഇങ്ങനെ പറയിച്ചേ? അതൊന്നും പറയത്തില്ല. അതെന്താ പറയുന്നത് അല്ലേ? എൻ്റെ ഉള്ളിൽ തട്ടി പറയുന്ന കാര്യങ്ങളാ. എൻ്റെ ഉമ്മ എനിക്കൊരു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു എൻ്റെ ഒരു പ്ലസ് ടു അല്ല ഡിഗ്രി ഒക്കെ ആയ സമയത്ത് ഉമ്മക്ക് ഒരു കുഞ്ഞു പൊട്ടിൻ്റെ കമ്മലുണ്ടായിരുന്നു. കുഞ്ഞു കമ്മലെന്ന് പറഞ്ഞാൽ
കുഞ്ഞു കമ്മല്. ഇപ്പൊ ഞങ്ങളിപ്പോ ഈ കമ്മൽ ഇടുന്നതിന് മുമ്പ് ഒരു കമ്മലുമാരെ കതി കണ്ടില്ലേ, അത് ഒരെണ്ണത്തിന്റെ ഞാത്തിന്റെ സ്റ്റഡാണ് അത്. പക്ഷെ അതല്ലാതെ ഞാത്തിന്റെ സ്റ്റഡായിട്ട് പണ്ട് കമ്മലുണ്ടായിരുന്നു. ആ ഒറ്റ കമ്മലിട്ടിട്ട് ഞാൻ എപ്പോഴും വെച്ചിട്ടായിരുന്നു, ഈ കമ്മൽ കൊടുത്തിട്ട് വേണം ഇനി എന്നെ കെട്ടിച്ച് കടബാധ്യതകളൊക്കെ തീർത്ത് പൊന്നൂനെയും പഠിപ്പിച്ച് ഞങ്ങൾക്ക് കുടുംബം നോക്കാമല്ലോ. പിന്നെ അതൊന്നും ഗ്യാരണ്ടി മാല പോലും വാങ്ങിക്കാനുള്ള പൈസ അന്നൊന്നും ഇല്ല. പിന്നെ ഞാൻ കുറേ പിന്നെ ഉമ്മച്ചില്ല മറ്റേ കളറൊക്കെ പോയ ഗ്യാരണ്ടി മാലയും ഗ്യാരണ്ടി വളയെ കിട്ടി നടക്കുമായിരുന്നു ഒരു സമയത്ത്. പിന്നെ അതും തുരുമ്പായി കയ്യിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, പിന്നെ നമ്മളത് ഇട്ടില്ല അല്ലേ. ഇങ്ങനെയൊക്കെ ആവുമെന്ന് വെച്ച് വിചാരിച്ചിട്ടുണ്ടോ? രക്ഷപ്പെടുമെന്ന് വിചാരിച്ചായിരുന്നു. നിങ്ങൾ രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയില്ല. എല്ലാം പഠിച്ചതിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം പറ്റി. ചള്ളതിന് നമ്മൾ പൊന്നൂനെയും പഠിപ്പിച്ച് പൊന്നൂനെ ഒരു കരയ്ക്ക് എത്തിച്ചിട്ട് വേണം പൊന്നു എന്നെ കെട്ടിക്കാൻ. പൊന്നൂൻ്റെ 50 പവൻ പ്രതീക്ഷയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം അതായിരുന്നു ഞാൻ മാല വാങ്ങിക്കാനുള്ള ഒരു റീസൺ അല്ല, എൻ്റെ മൈൻഡിൽ അങ്ങനെ ആയിരുന്നു. ഉമ്മ താലിമാലയിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, മാലയിട്ട് ഞാൻ കണ്ടുള്ളതായാലും ഗ്യാരണ്ടിയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതെ പെയ്യ ഇനി അത് ഉരി പണയം വെക്കണം. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ അത്താരത്ത് നമ്മളെനിക്ക് എന്തൊക്കെ ചോദിച്ചല്ലേ, എത്രയൊക്കെ പറഞ്ഞാലും അത്ത ഓം എന്നല്ലാതെ ഇവിടുന്നേ ഒന്നും വരുന്നില്ല. പിന്നെ അവിടുന്ന് എന്തെങ്കിലും വരും, അവിടുന്ന് ഒട്ടും വരില്ല. അത്താക്ക് ഞാൻ മോതിരം വാങ്ങിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഇപ്പം ഈ ലാസ്റ്റ് നമ്മൾ ജ്വല്ലറി പോകാൻ നേരത്ത് അത്ത ഇങ്ങനെ മോതിരം നോക്കിയിട്ട് അത്താക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതെന്ത് ആനവാല് മോതിരം അല്ലേ, ആനവാല് മോതിരം ഇങ്ങനെ ഇഷ്ടപ്പെട്ട് നല്ല മോതിരം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പം നമുക്ക് എന്ത് വാങ്ങിക്കാൻ എന്തായിരുന്നു അത്താക്ക് അളവല്ലെന്ന്. എൻ്റെ പൊന്നു അത്താക്ക് ടൈറ്റ് ആണെങ്കിൽ അത്ത ഇത്തിരി ടൈറ്റ് ആണെന്ന് അത്ത പറയും ഭയങ്കര മുറുക്കം, ഇത്തിരി ലൂസാന്ന് അത്ത പറയും ഭയങ്കര ലൂസ്. അപ്പം അത്താക്ക് മോതിരത്തിൻ്റെ അളവിന് കറക്റ്റ് ഏതാണെന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാൻ അന്നേ ഇങ്ങനെ വിചാരിച്ചായിരുന്നു ഒരു മോതിരം ഇൻഷാല്ലാ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഉമ്മക്ക് മാല വാങ്ങിക്കാൻ പോയ സമയത്ത് മോതിരം നോക്കിയപ്പോൾ എനിക്ക് അവിടെ ഉള്ള ആ മാമാരെ ഇടി ഞാൻ ഇട്ട് നോക്കിയിട്ട്, ചേട്ടൻ്റെ ഇടി ഞാൻ ഇട്ട് നോക്കിയിട്ട് ഒരു വിധത്തിൽ ആ അളവിലില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത്താക്ക് അളവല്ലാതെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇനി കാര്യമില്ലല്ലോ. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഉമ്മക്ക് ഇത് മാല ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം ഞാൻ വിചാരിച്ച് പുറത്ത് പോവുക, അപ്പം എന്തായാലും ഇനിയിപ്പോൾ അത്താക്ക് ഒരു മോതിരം വാങ്ങിക്കാണ്. അങ്ങനെ മോതിരം വാങ്ങിച്ചു. ഞാൻ മനുഷ്യൻ്റെ മുഖത്ത് ഈ ചിരി അല്ലാതെ ആ ചിരി തന്നെ കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത് വരുന്നതാ, അതല്ലാതെ ചിരിക്കാന്ന് പറഞ്ഞൂടാ. സോ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാനും വിചാരിക്കുന്നു. എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. എൻ്റെ ആഗ്രഹങ്ങളാണ്. ഉമ്മക്ക് സ്വർണ്ണം മേടിച്ചു കൊടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര എൻ്റെ ആഗ്രഹമാണ് കേട്ടോ. എന്താ പറയുക, ഉമ്മക്കൊരു ഇനി ഒരു വള വാങ്ങിച്ചു കൊടുക്കണമെന്ന് എനിക്കുണ്ട്. വള വാങ്ങിക്കണം, കമ്മൽ വാങ്ങിക്കണം. ഞാൻ ആദ്യമേ ഞാൻ പൈസ ഉണ്ടാക്കി തുടങ്ങിയ സമയത്ത് ഞാൻ സ്വർണ്ണം വാങ്ങിക്കാന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം വാങ്ങിയ സാധനമാണ് ഉമ്മക്കൊരു കമ്മൽ. അല്ലേ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഞാൻ പോയി മയ മേടിച്ചിട്ടുണ്ട്. ഉമ്മക്ക് ഞാൻ കമ്മൽ മേടിച്ചെടുത്തു. കാരണം ഉമ്മച്ചി എപ്പോഴും എൻ്റെ പൂക്കാലി ഒരു കമ്മലില്ല, നമുക്കറിയതല്ലേ. അങ്ങനെ ഉമ്മക്ക് കമ്മൽ മേടിച്ചു, അത് നടന്നു. ഇപ്പോൾ ഒരു മാല മേടിക്കാൻ ഇൻഷാല്ലാ പടച്ചോനെ ഗ്രഹിച്ച് അത് പറ്റി. ഇനി അങ്ങനെ ഓരോന്നോരോന്ന് പറ്റുമായിരിക്കും, പറ്റട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. വേറെ ഇഷ്ടംപോലെ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലിടും. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അത്രേ ഉള്ളൂ. ലവ് യു.